കുഞ്ഞിൻ്റെ വിശപ്പ് മാറിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടും കുഞ്ഞിന് വീണ്ടും വീണ്ടും നിങ്ങൾ പാല് കൊടുക്കുന്ന ഒരു അമ്മയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. പലപ്പോഴും കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു വന്നിട്ടില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നുണ്ട് എങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തി പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. കുഞ്ഞിൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് വഴി കുഞ്ഞിന് കൂടുതലായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുകയും കുഞ്ഞ് വൊമിറ്റ് ചെയ്യാൻ ഇതൊരു കാരണമായി മാറുകയും ചെയ്യുന്നു. കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിന് വയറ് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് തന്നെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടിയിട്ടുണ്ട് എന്ന്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ പാല് കൊടുക്കാതിരിക്കുക. അടുത്ത കുഞ്ഞ് വിശക്കുമ്പോൾ പിന്നെയും ലക്ഷണങ്ങൾ കാണിക്കുക, അപ്പോൾ നിങ്ങൾ വീണ്ടും ഫീഡ് ചെയ്യുക. കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞാൽ കാണിക്കുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ അമ്മമാരും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നോക്കാം. ഹായ്, വെൽക്കം ടു നിയ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ കുഞ്ഞ് ബ്രസ്റ്റ് സക്ക് ചെയ്യുന്നതിലും സോളോ ചെയ്യുന്നതിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ്. കുഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞ് സക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ സക്ക് ചെയ്യുകയും സോളോ ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ കുഞ്ഞ് സക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതായത് വളരെ സ്ലോ ആയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു നേരം സക്ക് ചെയ്യാതിരിക്കുകയും പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും സക്ക് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കണ്ടും നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും കുഞ്ഞ് സക്ക് ചെയ്യുന്നത് പതിയെ സ്ലോ ചെയ്യുകയും പിന്നെ സക്ക് ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുന്നു. കൂടുതൽ കുഞ്ഞുങ്ങളും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ നിപ്പിളിൽ കടിച്ചിരിക്കുന്നത് വിടുകയും അതുപോലെ വാ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. കുഞ്ഞിന് വിശന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ബ്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് കുഞ്ഞ് പെട്ടെന്ന് തന്നെ സക്ക് ചെയ്യുകയും പാല് കുടിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ കുഞ്ഞിന് വേണ്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങളിത് കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കുടിക്കാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന്. കുഞ്ഞിൻ്റെ വയറ് ആവശ്യത്തിന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ശാന്തരാകുകയും ചില കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് തന്നെ ഉറങ്ങുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൈ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞുങ്ങളുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈ നിവർത്തി വെക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതും കണ്ട് നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാല് ലഭിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അതുപോലെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് കുഞ്ഞ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സോഫ്റ്റ് ആകുന്നതാണ്. ചിലർക്ക് ഒത്തിരി പാലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ബ്രസ്റ്റിലെ മിൽക്ക് മൊത്തം കുഞ്ഞിനെ കുടിപ്പിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾ കാണിക്കരുത്. കാരണം കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ കുഞ്ഞ് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ നിങ്ങളുടെ ബ്രസ്റ്റ് ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ബ്രസ്റ്റ് സോഫ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ബാക്കി പാലൂടെ കുടിപ്പിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലർക്ക് ഒരുപാടായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആകണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് മിൽക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് വയറ് നിറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞിന് പാല് വേണ്ട എന്നുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഒരുപാടായിട്ട് പാല് കുടിക്കാനായിട്ട് നിങ്ങൾ കുഞ്ഞിനെ നിർബന്ധിക്കരുത്. അങ്ങനെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാടായിട്ട് വൊമിറ്റ് ചെയ്യാനും ഇതൊരു കാരണമാകുന്നു. നിങ്ങളുടെ കുഞ്ഞ് ആവശ്യത്തിന് പാല് കുടിക്കുന്നുണ്ട് എങ്കിൽ ഒരു ദിവസത്തിൽ 6ൽ കൂടുതൽ തവണ നിങ്ങളുടെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നതാണ്. അതുപോലെ കുഞ്ഞിൻ്റെ വയറ് കൃത്യമായിട്ട് നിറയുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ശാന്തരായിരിക്കും. അതുപോലെ നല്ല ആക്റ്റീവ് ആയിരിക്കും. കുഞ്ഞിൻ്റെ ഉറക്കവും നല്ല രീതിയിൽ കുഞ്ഞിന് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ വെയിറ്റ് നോർമലായിട്ട് കൂടുന്നതാണ്. അതായത് കുഞ്ഞിൻ്റെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് എത്തുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്